ഇത് കുറച്ച് പീനട്സ് ആണ്, അതായത് നമ്മുടെ കപ്പലണ്ടി, നിലക്കടല. ഇത് നമുക്ക് ഓവനിൽ, സാധാരണ ഒരു മൈക്രോവേവ് ഓവനിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് നോക്കാം. വെരി സിമ്പിൾ ആണ് കേട്ടോ. ഞാനിവിടെ നിലക്കടല ഒരു 100 ഗ്രാം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം, അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നനയണം. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ഉപ്പ് ഒഴിക്കും. ഇതാ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത് ഓവനിൽ വെക്കും. ഓവന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം മൈക്രോവേവ് ഓവനിലും ഉണ്ടാവും. ഈ ഒരു ഗ്ലാസിന്റെ ഈ ഒരു പ്ലേറ്റ് തന്നെയാണ് ഞാൻ ഈ പീനട്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാ പീനട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ നിരത്തി കൊടുക്കണം. കണ്ട, ഇത് പതുക്കെ ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കണം. ഇത് ട്രെയിൽ ഇതാ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ, ഓരോന്നിന്റെ ഇടയിൽ കുറേശ്ശെ ഗ്യാപ്പ് വേണം. ഇനി ഇത് ഞാൻ നേരെ ഓവനിലേക്ക് വെക്കുവാണ്. നോർമലി കിച്ചണിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവുമല്ലോ, അന്നേരമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വൈകിട്ട് ചായന്റെ ഒരു ടൈം ആകുമ്പോൾ ഇത് നല്ല സെറ്റ് ആയിട്ടിരിക്കും. ഇപ്പോഴേ ചെയ്ത് വെക്കണം. നേരത്തെ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതൊരു സെറ്റായി റെഡി ആയി വരാനായിട്ടൊരു എങ്ങനെയും 20 മിനിറ്റ്സ് കൊണ്ട് ഇത് ആറി തണുത്തൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ തന്നെ ഇത് ഞാൻ ഓവനിൽ വെക്കും. അപ്പൊ നമുക്ക് ഈവനിങ് ചായന്റെ കൂടെ കഴിക്കാം. 4 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊന്ന് തുറന്നു നോക്കി. ഇതാണ് പരുവം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കൂ കേട്ടോ. എഗെയിൻ ഞാനൊരു 4 മിനിറ്റ്സും 30 സെക്കൻഡ്സും കൂടെ വെച്ചു. ഇടയ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി വറുത്തത് റെഡി ആയിട്ടുണ്ട്.